ഹായ്, ഞാൻ ഷഹദ് പാറമൽ, ഫ്ലൈറ്റ് ട്രെയിനിങ് അഡ്വൈസറാണ് ക്യാപ്റ്റൻസ് വിൻഡോ പൈലറ്റ് അക്കാദമി കാലിക്കറ്റിൽ. നമ്മളടുത്തേക്ക് വരുന്ന പാരൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പൈലറ്റ് ട്രെയിനിങ്ങിന് എത്ര കോസ്റ്റ് വരും ടോട്ടൽ? ചില പരസ്യങ്ങളെല്ലാം നമ്മൾ 30 ലക്ഷം കാണും, 35 ലക്ഷം കാണും, 40 ലക്ഷം കാണും. അപ്പോൾ പാരൻസിനെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ടോട്ടൽ ഒരു പൈലറ്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാൻ വേണ്ടി നമുക്ക് എത്ര കോസ്റ്റ് വരും എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്ട്സ് എന്താണെന്നുള്ളതൊന്ന് നോക്കിയാലോ. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, ഇന്നത്തെ കാലത്ത് 35 ലക്ഷത്തിലോ 40 ലക്ഷത്തിലോ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. ഒരു പക്ഷേ നമ്മൾ ഈ ഗ്രൗണ്ട് ട്രെയിനിങ് സ്കൂളുകളെല്ലാം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് മാത്രമായിരിക്കും നിങ്ങളെ 35 ലക്ഷം കൊണ്ടോ 40 ലക്ഷം കൊണ്ടോ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആക്കാം എന്ന് പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 75 ലക്ഷം രൂപയെങ്കിലും മാറ്റിവെച്ചാൽ മാത്രം നമുക്കൊരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. നമുക്കൊരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് ഒരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിനെ ബാധിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, നിറയെ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊരു പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം ഏത് രാജ്യത്തേക്കായിരിക്കാം, നമ്മുടെ പേഴ്സണൽ താല്പര്യങ്ങൾ ഏതായിരിക്കാം, നമ്മൾ സെലക്ട് ചെയ്യുന്ന എയർക്രാഫ്റ്റ് എന്തായിരിക്കാം. ഇതുപോലത്തെ പല മാനദണ്ഡങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ സൗത്ത് ആഫ്രിക്ക പോലത്തെ ഒരു രാജ്യമാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ വരെ പോയി നമ്മൾ ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സൗത്ത് ആഫ്രിക്കയിലെ ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം നമുക്കൊരു 45 ലക്ഷം മുതൽ 50 ലക്ഷം വരെ. ഇത് ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. അതേപോലെ സൗത്ത് ആഫ്രിക്കയിലെ നല്ല അക്കാദമികളിൽ പോവുകയാണെങ്കിൽ 50 ലക്ഷത്തിൻ്റെ മേലേക്ക് ഏകദേശം 60 ലക്ഷം രൂപ വരെ നമ്മൾ ചുരുങ്ങിയ ചിലവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് ലൈസൻസ് ആ രാജ്യത്ത് കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ നമുക്ക് ഇന്ത്യയിലെ ഗ്രൗണ്ട് ക്ലാസ്സിന് വേണ്ടി നമുക്കൊരു 3 മുതൽ 3.5 ലക്ഷം രൂപ വരെ ഏറ്റവും ചുരുങ്ങിയ ചിലവ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ കൺവേർഷൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഒരു 5-6 ലക്ഷം രൂപ അതിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ടൈപ്പ് റൈറ്റിങ്ങിന് ഒരു 15 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കണക്കാക്കണം. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 75 ലക്ഷം മുതൽ 80 ലക്ഷം വരെയെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ഇന്നത്തെ ട്രെയിനിങ് കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ പറയാനുള്ള കാരണം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പരസ്യങ്ങളും നമ്മളെ കുട്ടികളുടെ പൈലറ്റ് ആവണമെന്നുള്ള ഈ സ്വപ്നങ്ങളെ ചൂഷണം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ ന്യൂസിലൻഡോ USA പോലത്തെ രാജ്യങ്ങളിൽ പോയിട്ടാണ് ഫ്ലൈറ്റ് ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ 65 ലക്ഷം മുതൽ 80 ലക്ഷത്തോളം നമ്മൾ കോസ്റ്റ് അവിടെ കണക്കാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള കൺവേർഷൻ, ടൈപ്പ് റൈറ്റിംഗ് ഇതെല്ലാം കൂട്ടി വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1 കോടി കണക്കായിരിക്കും. ഇതിനെല്ലാം പുറമെ ഹിഡൻ ആയി കിടക്കുന്ന മറ്റു പല കോസ്റ്റുകളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന ഫ്ലൈറ്റുകൾ, എന്തെങ്കിലും റീസൻസി പോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ലാപ്സ് ആയി കഴിഞ്ഞാൽ അതൊന്നും വരുന്ന കോസ്റ്റുകൾ, ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. ഇനി ആരെങ്കിലും 35 ലക്ഷത്തിന് നിങ്ങളൊരു പൈലറ്റ് ആക്കാം എന്ന് പറയുമ്പോൾ അതിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും 35 ലക്ഷത്തിൽ ഇന്ന് ട്രെയിനിങ് തീരൂല എന്നുള്ളത് 100% കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ആ സ്ഥലത്ത് എത്ര ഹവേഴ്സാണ് ഫ്ലൈ ചെയ്യുന്നത്, അതിൽ ഇന്ത്യൻ DGCA റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അതിൽ നമ്മുടെ അക്കോമഡേഷൻ കോസ്റ്റ്, ഫുഡിൻ്റെ കോസ്റ്റ് ഇതെല്ലാം വരുന്നുണ്ടോ, ഇൻക്ലൂഡിങ് ആണോ, ഇതെല്ലാം നമ്മൾ നോക്കണം. അതുപോലെ ലോ കോസ്റ്റ് ഓഫർ ചെയ്യുന്ന മിക്കവാറും ഫ്ലൈറ്റ് സ്കൂളുകളിലെ മറ്റൊരു സത്യാവസ്ഥ, കോഴ്സ് ഡ്യൂറേഷൻ ഏറ്റവും ചുരുങ്ങിയത് 18 മാസം മുതൽ 30 മാസത്തേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന മറ്റൊരു ട്രെൻഡാണ്, ഇവിടെയുള്ള പല ഏജൻസും അല്ലെങ്കിൽ പല ഗ്രൗണ്ട് ട്രെയിനിങ് സ്കൂളുകളും അവരുടെ സ്വന്തം സ്കൂളാണെന്ന പേരിലായിരിക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഇത്രയും പറഞ്ഞ് ഹോസ്റ്റൽ ഫീയും അക്കോമഡേഷൻ കോസ്റ്റും എല്ലാം കൂട്ടിയിട്ട് ഒരു 45 ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റായിട്ട് ഒരു എയർലൈനിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് കൺവേർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് ഒരു 5 ലക്ഷത്തോളം നമ്മൾ അത് പ്രതീക്ഷിക്കണം. അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ്, നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, ഏത് എയർക്രാഫ്റ്റ് മോഡലാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ എയർബസ് 320 ആണെങ്കിൽ 320 ടൈപ്പ് റൈറ്റിംഗ് എടുക്കണം, 737 ആണെങ്കിൽ 737 ടൈപ്പ് റൈറ്റിംഗ് എടുക്കണം. ഇതിനെല്ലാം വരുന്ന കോസ്റ്റ് 15 ലക്ഷം മുതൽ 25 ലക്ഷത്തോളം ഏറ്റവും ചുരുങ്ങിയത് വരും.
ഫ്ലൈറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിറയെ കാര്യങ്ങളുണ്ട്. ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് എങ്ങോട്ട് പോകണം, ഫ്ലൈറ്റ് ട്രെയിനിങ് എവിടുന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം. നമ്മൾ ഏത് രാജ്യം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറേ ഗുണങ്ങളുണ്ടാവും, അതുപോലെ ഓരോ രാജ്യത്തും അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടാവും. അതുപോലെ മാർക്കറ്റിൽ പല വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പല റെഡ് ഫ്ലാഗ്സും ഉണ്ട്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.